ഇടതുപക്ഷ സർക്കാരിന്റെ വിപുലമായ നയങ്ങളാണ് കയർ മേഖല തകരാൻ കാരണമെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റീകോ രാജു അഭിപ്രായപ്പെട്ടു. സഹകരണ സംഘം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ കയർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ഉപവാസ സമരത്തിന്റെ സമാപന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ സർക്കാരിന്റെ വികലമായ നയങ്ങൾ കൊണ്ട് തകർന്നുപോയ മേഖലയാണ് കയർ മേഖലയെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് റീകോ രാജു അഭിപ്രായപ്പെട്ടു. കേരള കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കീഴിലെ കയറുൽപ്പന്ന സഹകരണ സംഘം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കയർ കോർപ്പറേഷന് മുന്നിൽ സംഘടിപ്പിച്ച ഉപവാസ സമരത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റീകോ രാജു. ഇടതുപക്ഷ സർക്കാരിന്റെ വികലമായ നയങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് കേരളത്തിന്റെ കയർ മേഖല തകർച്ചയിലേക്ക് പോകാനുള്ള കാരണം. ഈ കയർ കോർപ്പറേഷന്റെ ഈ കോമ്പൗണ്ടിൽ ഇടതുപക്ഷ സർക്കാരിന്റെ വിവിധങ്ങളായ കയറുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഉദ്ഘാടനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. കേരളത്തിന്റെ കയർ വകുപ്പിന് ഇപ്പം നേതൃത്വം നൽകുന്ന P. രാജീവ് എന്ന മന്ത്രി ഇവിടെ വന്ന് വിവിധ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ കയർ മേഖലയിലുള്ള ആളുകളോട്, കയർ തൊഴിലാളികളോട് ഏതെങ്കിലും രീതിയിലുള്ള അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു വാക്ക് പോലും മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. അപ്പോൾ കയർ മേഖലയിലൂടെ കടന്നു വന്നിട്ടുള്ള കയർ മേഖലയെ പറ്റി അറിയാവുന്ന, കയറിനെ അറിയാവുന്ന, നാടിനെ അറിയാവുന്ന, തൊഴിലാളികളെ അറിയാവുന്ന നേതാക്കന്മാർ കയർ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളപ്പോൾ അവർ കാണിച്ചിട്ടുള്ള അനുഭാവവും മുതലാളിമാർക്ക് കുടപിടിക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഒരു മന്ത്രി ഈ നാട് ഭരിക്കുമ്പോൾ ഇപ്രകാരം കയർ വകുപ്പ് ഒരു വീഴ്ചയിലേക്ക് വന്നില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. സംഘങ്ങൾക്ക് നൽകുവാനുള്ള ബിൽ കുടിശ്ശിക എത്രയും വേഗം നൽകുക, പരമ്പരാഗത കയറുൽപ്പന്ന ഓർഡർ വിതരണത്തിലെ രാഷ്ട്രീയ പക്ഷാഭേദം അവസാനിപ്പിക്കുക, MDA കുടിശ്ശിക തീർത്തു നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഉപവാസ സമരം സംഘടിപ്പിച്ചത്. കേരള കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KR രാജേന്ദ്ര പ്രസാദ് ഉപവാസ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. സംഘടനാ നേതാക്കളായ M. അനിൽകുമാർ, TS ബാഹുലയൻ, KP ആഘോഷ് കുമാർ, MG സാബു, PJ സേവ്യർ, KD പുഷ്കരൻ, കൃഷ്ണപ്രസാദ്, ശശികുട്ടൻ, CR രാജേഷ്, പൊന്നപ്പൻ എന്നിവർ സംബന്ധിച്ചു.